എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് മേധാവി. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് മേധാവി രാഹുൽ റസ്ഗോത്ര. രാഹുൽ റസ്ഗോത്രയാണ് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് മേധാവി. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ JT വെങ്കടേശ്വരലു. JT വെങ്കടേശ്വരലു ആണ് കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ. നോർക്ക പ്രവാസികാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം ലോകത്ത് മലയാളികളുടെ സ്ഥിര സാന്നിധ്യമില്ലാത്ത ഏകരാജ്യം. നോർക്ക പ്രവാസികാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം ലോകത്ത് മലയാളികളുടെ സ്ഥിര സാന്നിധ്യമില്ലാത്ത ഏകരാജ്യം ഉത്തര കൊറിയ. നോർക്ക പ്രവാസികാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം ലോകത്ത് മലയാളികളുടെ സ്ഥിര സാന്നിധ്യമില്ലാത്ത ഏകരാജ്യം ഉത്തര കൊറിയയാണ്. 2023 വ്യാസ് സമ്മാനം നേടിയ ഹിന്ദി എഴുത്തുകാരി. 2023 വ്യാസ് സമ്മാനം നേടിയ ഹിന്ദി എഴുത്തുകാരി പുഷ്പഭാരതി. പുഷ്പഭാരതിയാണ് 2023 വ്യാസ് സമ്മാനം നേടിയ ഹിന്ദി എഴുത്തുകാരി. മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. ഓപ്പറേഷൻ വെറ്റ് സ്കാൻ ആണ് മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ലോകത്തിലാദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ലോകത്തിലാദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ഗുരുഗ്രാം. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ലോകത്തിലാദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത്. 12ാമത് അയനം A അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് അർഹയായത്. 12ാമത് അയനം A അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പി. അനിത തമ്പിയാണ് 12ാമത് അയനം A അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് അർഹയായത്. VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനായ VKC മമ്മദ് കോയയുടെ ആത്മകഥ. VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനായ VKC മമ്മദ് കോയയുടെ ആത്മകഥ ഇനിയും നടക്കാം. ഇനിയും നടക്കാമാണ് VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനായ VKC മമ്മദ് കോയയുടെ ആത്മകഥ. 2024 അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസിന് വേദിയാവുന്ന കേരളത്തിലെ സർവകലാശാല. 2024 അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസിന് വേദിയാവുന്ന കേരളത്തിലെ സർവകലാശാല കുഫോസ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. കുഫോസ് ആണ് 2024 അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസിന് വേദിയാവുന്ന കേരളത്തിലെ സർവകലാശാല. അടുത്തിടെ ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ നെല്ലിനം. അടുത്തിടെ ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ നെല്ലിനം മീറ്റി റൈസ്. മീറ്റി റൈസ് ആണ് അടുത്തിടെ ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ നെല്ലിനം. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം മൗണ്ട് ലെവോട്ടോബി ലാക്കി. മൗണ്ട് ലെവോട്ടോബി ലാക്കിയാണ് 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. 16 വർഷം നീണ്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം അടുത്തിടെ വീണ്ടും തുറന്ന പുരാതന ഗ്രീസിലെ ഏറ്റവും വലിയ കൊട്ടാരം. 16 വർഷം നീണ്ടുനിന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം അടുത്തിടെ വീണ്ടും തുറന്ന പുരാതന ഗ്രീസിലെ ഏറ്റവും വലിയ കൊട്ടാരം എഗായി. എഗായിയാണ് 16 വർഷം നീണ്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം അടുത്തിടെ വീണ്ടും തുറന്ന പുരാതന ഗ്രീസിലെ ഏറ്റവും വലിയ കൊട്ടാരം. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ വക്താവ്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ വക്താവ് രൺധീർ ജയ്സ്വാൾ. രൺധീർ ജയ്സ്വാളാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ വക്താവ്. ഏത് രാജ്യത്താണ് അവിടുത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയെ യുവജനകാര്യമന്ത്രിയായി നിയമിച്ചത്? ഏത് രാജ്യത്താണ് അവിടുത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയെ യുവജനകാര്യമന്ത്രിയായി നിയമിച്ചത്? UAE. UAE ആണ് അവിടുത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയെ യുവജനകാര്യമന്ത്രിയായി നിയമിച്ചത്. 2024 ഹരിവരാസനം അവാർഡ് നേടിയ തമിഴ് പിന്നണി ഗായകൻ. 2024 ഹരിവരാസനം അവാർഡ് നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. PK വീരമണിദാസനാണ് 2024 ഹരിവരാസനം അവാർഡ് നേടിയ തമിഴ് പിന്നണി ഗായകൻ. അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച
വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം? അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്നത്. 2024 ഫെബ്രുവരിയിൽ ആകാശത്ത് ദൃശ്യമായ ഭീമൻ സൗരകളങ്കം. 2024 ഫെബ്രുവരിയിൽ ആകാശത്ത് ദൃശ്യമായ ഭീമൻ സൗരകളങ്കം AR3576. AR3576 ആണ് 2024 ഫെബ്രുവരിയിൽ ആകാശദൃശ്യമായ ഭീമൻ സൗരകളങ്കം. ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമാ താരം. ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമാ താരം ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാനാണ് ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമാ താരം. ഫിൻലൻഡിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഫിൻലൻഡിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് അലക്സാണ്ടർ സ്റ്റബ്. അലക്സാണ്ടർ സ്റ്റബിനെയാണ് ഫിൻലൻഡിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. 2024 കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ. 2024 കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ കേരള യുണൈറ്റഡ് FC. കേരള യുണൈറ്റഡ് FC ആണ് 2024 കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ. 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഐവറി കോസ്റ്റ്. ഐവറി കോസ്റ്റ് ആണ് 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ക്രിക്കറ്റ് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി 2024 ഫെബ്രുവരിയിൽ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി 2024 ഫെബ്രുവരിയിൽ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം പേസ്. പ്ലാങ്ക്ടോൺ അയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. പേസ് ആണ് സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി 2024 ഫെബ്രുവരിയിൽ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം. ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത്. ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലാദ്യ വിമാനത്താവളമാകുന്നത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം സിയാൽ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത്. മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് സംസ്ഥാനത്ത് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതി. മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് സംസ്ഥാനത്ത് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതി എ-ഹെൽപ്പ്. എ-ഹെൽപ്പ് പദ്ധതിയാണ് മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് സംസ്ഥാനത്ത് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതി എ-ഹെൽപ്പ്. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത്. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് വി ഹരിനായർ. വി ഹരിനായരാണ് കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത്. 2024 ഫെബ്രുവരിയിൽ 3 വർഷത്തേക്ക് തുടർ നിയമനം ലഭിച്ച സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം. 2024 ഫെബ്രുവരിയിൽ 3 വർഷത്തേക്ക് തുടർ നിയമനം ലഭിച്ച സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. കെ ബൈജുനാഥാണ് 2024 ഫെബ്രുവരിയിൽ 3 വർഷത്തേക്ക് തുടർ നിയമനം ലഭിച്ച സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ടിനുള്ള കേരള ടീം ക്യാപ്റ്റൻ. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ടിനുള്ള കേരള ടീം ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ട്. നിജോ ഗിൽബർട്ടാണ് 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ടിനുള്ള കേരള ടീം ക്യാപ്റ്റൻ. റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കണക്കുപ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം. റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കണക്കുപ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടാണ് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കണക്കുപ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം. അമേരിക്കയുടെ ദേശീയ എഞ്ചിനീയറിംഗ് അക്കാദമിയിൽ അംഗത്വം ലഭിച്ച മലയാളി IIT ശാസ്ത്രജ്ഞൻ. അമേരിക്കയുടെ ദേശീയ എഞ്ചിനീയറിംഗ് അക്കാദമിയിൽ അംഗത്വം ലഭിച്ച മലയാളി IIT ശാസ്ത്രജ്ഞൻ പ്രദീപ് തലാപ്പിൽ.
പ്രദീപ് തലാപ്പിലാണ് അമേരിക്കയുടെ ദേശീയ എഞ്ചിനീയറിംഗ് അക്കാദമിയിൽ അംഗത്വം ലഭിച്ച മലയാളി IIT ശാസ്ത്രജ്ഞൻ. അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദീപ് പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ. അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദീപ് പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദീപ് പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയത്. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ദേവിക റെഗെ. ദേവിക റെഗെയാണ് 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് നേടിയത്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ പുതുക്കിയ സമ്മാനത്തുക. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ പുതുക്കിയ സമ്മാനത്തുക 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ പുതുക്കിയ സമ്മാനത്തുക. അടുത്തിടെ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അടുത്തിടെ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. അടുത്തിടെ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ കത്രീന കൈഫ്. കത്രീന കൈഫാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 വർഷത്തെ പൂന്താനം സ്മാരക അവാർഡിന് അർഹനായത്. പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 വർഷത്തെ പൂന്താനം സ്മാരക അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയാണ് പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 പൂന്താനം സ്മാരക അവാർഡിന് അർഹനായത്. ദക്ഷിണ റെയിൽവേയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ടിക്കറ്റ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റ നാഗർകോവിൽ സ്വദേശി. ദക്ഷിണ റെയിൽവേയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ടിക്കറ്റ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റ നാഗർകോവിൽ സ്വദേശി സിന്ധു ഗണപതി. സിന്ധു ഗണപതിയാണ് ദക്ഷിണ റെയിൽവേയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ടിക്കറ്റ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റ നാഗർകോവിൽ സ്വദേശി. ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ടായ ബാർഡിനെ ഏതു പേരിലാണ് റീബ്രാൻഡ് ചെയ്തത്? ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ടായ ബാർഡിനെ ഏതു പേരിലാണ് റീബ്രാൻഡ് ചെയ്തത്? ജെമിനി. ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ടായ ബാർഡിനെ ജെമിനി എന്ന പേരിലാണ് റീബ്രാൻഡ് ചെയ്തത്. യൂറോപ്പിൻ്റെ മുകൾ തട്ട് എന്നറിയപ്പെടുന്ന ജങ് ഫ്രൗ ജോച്ചിൽ ആദരം ലഭിച്ച ഇന്ത്യൻ അത്ലറ്റ്. യൂറോപ്പിൻ്റെ മുകൾ തട്ട് എന്നറിയപ്പെടുന്ന ജങ് ഫ്രൗ ജോച്ചിൽ ആദരം ലഭിച്ച ഇന്ത്യൻ അത്ലറ്റ് നീരജ് ചോപ്ര. നീരജ് ചോപ്രയാണ് യൂറോപ്പിൻ്റെ മുകൾ തട്ട് എന്നറിയപ്പെടുന്ന ജങ് ഫ്രൗ ജോച്ചിൽ ആദരം ലഭിച്ച ഇന്ത്യൻ അത്ലറ്റ്. 2024 ഫെബ്രുവരിയിൽ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ഭരതനാട്യ നർത്തകി. 2024 ഫെബ്രുവരിയിൽ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ഭരതനാട്യ നർത്തകി ചിത്ര വിശ്വേശ്വരൻ. ചിത്ര വിശ്വേശ്വരനാണ് 2024 ഫെബ്രുവരിയിൽ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ഭരതനാട്യ നർത്തകി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ജനിതക ശാസ്ത്രജ്ഞൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ജനിതക ശാസ്ത്രജ്ഞൻ ഈശ്വർ ചന്ദർ വർമ്മ. ഈശ്വർ ചന്ദർ വർമ്മയാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ജനിതക ശാസ്ത്രജ്ഞൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരുവിൻ്റെ വഴിയിൽ എന്ന നോവൽ രചിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരുവിൻ്റെ വഴിയിൽ എന്ന നോവൽ രചിച്ചത് ഡോക്ടർ ഓമന ഗംഗാധരൻ. ഡോക്ടർ ഓമന ഗംഗാധരനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരുവിൻ്റെ വഴിയിൽ എന്ന നോവൽ രചിച്ചത്. 2024 ഫെബ്രുവരിയിൽ MK അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അർജുനോപഹാരത്തിന് അർഹനായത്. 2024 ഫെബ്രുവരിയിൽ MK അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അർജുനോപഹാരത്തിന് അർഹനായത് ജെറി അമൽദേവ്. ജെറി അമൽദേവാണ് 2024 ഫെബ്രുവരിയിൽ MK അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അർജുനോപഹാരത്തിന് അർഹനായത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി. ഡൽഹിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം.
സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരത്തിനർഹമായ സംസ്ഥാനം. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരത്തിനർഹമായ സംസ്ഥാനം കേരളം. കേരളമാണ് സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരത്തിനർഹമായ സംസ്ഥാനം. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിൻ്റെ വേദി. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിൻ്റെ വേദി തൃശ്ശൂർ. തൃശ്ശൂരാണ് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിൻ്റെ വേദി. മീശപ്പുലിമലയിൽ നിന്നും കണ്ടെത്തിയ പേപ്പർ ഡെയ്സി വിഭാഗത്തിൽപ്പെട്ട പുതിയ ഇനം സസ്യം. മീശപ്പുലിമലയിൽ നിന്നും കണ്ടെത്തിയ പേപ്പർ ഡെയ്സി വർഗത്തിൽപ്പെട്ട പുതിയ ഇനം സസ്യം അനാഫാലിസ് മൂനാറൻസിസ്. അനാഫാലിസ് മൂനാറൻസിസ് ആണ് മീശപ്പുലിമലയിൽ നിന്നും കണ്ടെത്തിയ പേപ്പർ ഡെയ്സി വർഗത്തിൽപ്പെട്ട പുതിയ ഇനം സസ്യം. ലിംഗവിവേചനം ഒഴിവാക്കുന്നതിനുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ജീനോം റിസർച്ച് പുറത്തിറക്കിയ പോർട്ടൽ. ലിംഗവിവേചനം ഒഴിവാക്കുന്നതിനുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ജീനോം റിസർച്ച് പുറത്തിറക്കിയ പോർട്ടൽ സ്വാതി സയൻസ് ഫോർ വുമൺ എ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ. സ്വാതി പോർട്ടലാണ് ലിംഗവിവേചനം ഒഴിവാക്കുന്നതിനുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ജീനോം റിസർച്ച് പുറത്തിറക്കിയ പോർട്ടൽ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആർ അശ്വിൻ. ആർ അശ്വിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സൗരഭ് തിവാരി. സൗരഭ് തിവാരിയാണ് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.